ആ വഴിയിൽ ഉള്ള മഹാത്തുക്കളായ ആളുകൾ, ഫഅമലഹൽ ഇൻസാൻ, അങ്ങനത്തെ മഹാന്മാരാകുന്ന ആളുകൾ, അഖ്താബീങ്ങൾ, ഖുതുബീങ്ങൾ, മശായിഖുമാർ, അവരാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ ദീനിനെ ഏറ്റെടുത്തത്. ഫഇന്നഹു ലലൂമൻ ജഹൂല, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ ഇത് ഏറ്റെടുത്ത് നടത്തുന്നവരാണ്. അവരുടെ മഖാമ് അത് വളരെ വലിയ മഖാമാണ്, വലിയ സ്ഥാനമാണ്. ഫഇന്നഹു ലലൂമൻ, അവർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, ലലൂമൻ എന്നുള്ളത് മദ്ലൂമൻ എന്നുള്ള അർത്ഥത്തിനിക്കും, ജഹൂലൻ എന്നുള്ളത് മജ്ഹൂലൻ. അവർ ആണ്ടുപൂണ്ട് കിടക്കുന്ന തൗഹീദിൻ്റെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇൽമിൻ്റെ അതിൻ്റെ ബഹർ അത് മനസ്സിലാക്കിയെടുക്കാൻ ആർക്കും സാധ്യമല്ല, അവരുടെ മഖാമും ആർക്കും സാധ്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 മുമ്പ് നമ്മുടെ മുമ്പിലേക്ക് തന്ന ഈ പരിശുദ്ധമായ ദീന് എങ്ങനെയാണ് നിങ്ങൾ, ആരിലൂടെയാണ് സ്വീകരിക്കേണ്ടത്, ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അബ്ഗൂനി ഫീ ളുഅഫായിക്കും, അല്ലെങ്കിൽ ഇബ്ഗൂനി ഫീ ളുഅഫായിക്കും, നിങ്ങൾക്കിടയിലുള്ള മഹാന്മാരിലൂടെ, അള്ളാഹുവിൻ്റെ അഖ്താബീങ്ങളിലൂടെ, അള്ളാഹുവിൻ്റെ മഹാന്മാരാകുന്ന മശായിഖന്മാരിലൂടെ നിങ്ങൾ എൻ്റെ തൃപ്തി നിങ്ങൾ തേടണം, എൻ്റെ ദീന് നിങ്ങൾ കൊണ്ടു നടക്കണം. ഫൈന്നക്കും തുൻസറൂന, തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള നിങ്ങളുടെ വെല്ലുവിളികളും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സുകളിലേക്ക് പൈശാചികമായ ചിന്തകൾ വരുന്നതിനെ തടയുന്നതുമൊക്കെ അവരെ കൊണ്ടാണ്. വതുർസഖൂന, ബാഹ്യമായ ഋതുക്കളും ഭൂമി ലോകത്ത് നമുക്ക് കിട്ടേണ്ട സൗകര്യങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ ഋതുക്കുകളും നിങ്ങൾക്ക് നൽകപ്പെടുന്നത് ഈ മഹാന്മാരിലൂടെയാണ്. അതുകൊണ്ട് അബ്ഗൂനി ഫീ ളുഅഫായിക്കും, നിങ്ങൾ എൻ്റെ തൃപ്തി കരസ്ഥമാക്കേണ്ടത് ഈ മഹാന്മാരിലൂടെയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. പരിശുദ്ധമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അതുപോലെ തന്നെ അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അബിൻ നജീബി അബ്ദുൽ ഖാഹിർ സുഹ്റവർദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അതുപോലെ മഹാന്മാരാകുന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാന്മാരിലൂടെ കടന്നു വന്ന് മഹാനായ ബന്ദറിൽ വറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ആശിഖീൻ ശൈഖ് മുഹമ്മദ് ജലാൽ മസ്താൻ ബുഖാരി തങ്ങൾ വഴി 4 തരീഖിൻ്റെയും ബഹറായി കടന്നു വന്ന് അവിടുന്ന് പാടത്തക്കായിൽ സാലിഹുൽ മൗല തങ്ങളിലേക്ക് കൈമാറി അവിടുന്ന് ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് കണ്യാൽ മൗല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർഗിലൂടെ വന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മൗല തങ്ങളിലേക്ക് അത് എത്തിച്ചേരുകയാണ്. ആ ദീനാണ്, പരിശുദ്ധമായ ദീനാണ് നമ്മളുടെ കൈകളിലേക്ക് നമ്മൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പരിശുദ്ധമായ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പരിശ്രമിക്കേണ്ടത് ഫീ ജബരി ഖുലൂബിഹിം, മഹാന്മാരുടെ ഹൃദയങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ ആ സ്ഥാപനത്തിന് വന്യരായ മൗലാക്ക്, അവിടുത്തെ സാഹിബായ അഹ്മദ് വലിയുല്ലാഹി മഹാനവർകൾ, അതൊരു ആലങ്കാരിക പ്രയോഗമല്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീന്, ആ ദീൻ ഇക്കാലത്തുള്ള മഹാന്മാരുടെ സന്തോഷത്തോടു കൂടെ അവർക്ക് പ്രയാസം വരാത്ത രൂപത്തിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൗതികമായതും അതുപോലെ തന്നെ ആത്മീയമായ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. പരിശുദ്ധമായ ദീന്, ആ ദീന്, ശരിയായ ദീന് ഒരു വേതനവും കൂടാതെ, പരിശുദ്ധമായ ദീനിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം സ്വന്തമായി പറ്റാതെ പരിശുദ്ധമായ ദീനിന് വേണ്ടി സംഭാവന നൽകുന്നവരാണ്, ജീവിതം സമർപ്പിച്ചവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ മഹാത്മാക്കൾ. വന്യരായ ശൈഖുനാ തങ്ങൾ കാലങ്ങളായി ഒന്നും അവിടേക്ക് മാറ്റിവെച്ചിട്ടല്ല, പരിശുദ്ധമായ ഈ ദീനിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു ദീന് നടത്തുക എന്നുള്ളത് അത്
മഹാന്മാരാകുന്ന അമ്പിയാക്കളുടെ പാതയാണ്, ഔലിയാക്കളുടെ പാതയാണ്. വന്യരായ നമുക്ക് എല്ലാറ്റിനും താങ്ങുന്നവനായി നിൽക്കുന്ന വന്യരായ സാഹിബുൽ മൗല അഹ്മദ് വലിയുല്ലാഹി മഹാനവറുകൾ ഈ ദീനിന്റെ കാര്യത്തിൽ ഏത് സമയത്തും നമുക്ക് എല്ലാ നിലക്കും താങ്ങും തണലുമായി നിൽക്കുന്നവരാണ്, മഹത്തുക്കളുമായി ബന്ധപ്പെടുന്നവരാണ്. മഹാന്മാരാകുന്ന പല മഹാത്മാക്കളും മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാമുമായി ബന്ധമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഖിദ്ർ നബിയുമായി ബന്ധപ്പെട്ട് മറ്റു മഹാന്മാരുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ ദീനിന്റെ നേരായ വണ്ണം പഠിപ്പിക്കുന്ന പരിശുദ്ധമായൊരു സ്ഥാപനമാണ്, പരിശുദ്ധമായൊരു നേതൃത്വമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ നമ്മൾ എന്നും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ ഈമാനിനും അതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിനും അന്തസ്സ് നൽകുന്നതാണ്, അഭിമാനം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതലായിട്ട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. വന്യരായ ശൈഖുന നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിലെല്ലാം പരിശുദ്ധമായ ദീനാണ്. അല്ലാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് യുസക്കീഹിം, അവരെ തസ്കിയത്ത് നടത്തുമെന്നും വയുഅല്ലിമുഹുൽ കിതാബ, പരിശുദ്ധമായ കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തന്നത്. അതുപോലെ നമ്മുടെ തസ്കിയത്തും ബാഹ്യമായിട്ടുള്ള തർബിയത്തും ദീനിൻ്റെ മേഖലകളും നമുക്ക് തന്ന് പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇർത്ത് ഏറ്റെടുത്ത് ആ വഴിക്ക് നമുക്ക് ദീന് കാണിക്കുന്നവരാണ്. മഹാനായ ഇമാം മുജദ്ദിദുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തൻ്റെ ശിഷ്യനോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയതിനു ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നൊരു വാക്കുണ്ട്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നില്ല, നീ സ്വീകരിക്കേണ്ട ദീന്, നീ സ്വീകരിക്കേണ്ട മാർഗം, നിനക്ക് ഒരുപാട് പ്രദേശങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളോ നീ തേടി നടക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നെത്തിച്ചേരുന്ന ഒരു സിൽസില മുഖാന്തരം ചെന്നെത്തിത്തീരുന്ന ഒരു മഹാനിലേക്ക് നീ അടുക്കലും ആ പാത പിൻപറ്റലും ആ പരിശുദ്ധമായ ദീനിനെ നിലനിർത്തലുമാണ്. ഫൈന്നഹും ഖുലഫാഉ റസൂലില്ല, അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുലഫാക്കളാണ്. വൈനിർതഹലത്തിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് എങ്കിലും ആ പരിശുദ്ധമായ വാരിസായി അവിടുത്തെ അനന്തരാവകാശികൾ എവിടെയുണ്ട്, അവരിലേക്ക് നീ അടുക്കുകയും അവരുടെ പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിക്കുകയും ചെയ്യണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഒരുപാട് ഉപദേശങ്ങൾ ചെയ്തതിന് ശേഷം മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിശുദ്ധമായ ദീനിന് താങ്ങും തണലുമായി നമുക്ക് എന്താണ് ഇതുകൊണ്ട് ലഭിക്കാനെന്നത് നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താകുമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ വന്യരായ മഹാന്മാരുടെ നേതൃത്വത്തിൽ നല്ലവണ്ണം പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.